നോവലിസ്റ്റും ചിത്രകാരനും ബാലസാഹിത്യകാരനുമായ ജോസഫ് പനക്കലുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ 4-ാം ഭാഗം. കഥാകാരൻ, നോവലിസ്റ്റ് എന്ന നിലകളിലാണ് ജോസഫ് പനക്കൽ ഏറെ പ്രശസ്തനായിട്ടുള്ളത്. മറ്റ് ഏതെങ്കിലും മേഖലകളിൽ, സാഹിത്യത്തിൻ്റെ മറ്റു മേഖലകളിൽ സാറിൻ്റെ സംഭാവനകളോ പ്രവർത്തനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ആദ്യകാലത്ത് ചെറുകഥകളാണ് എഴുതി തുടങ്ങിയതെങ്കിലും ചെറുകഥകളിൽ നിന്ന് നോവലിലേക്ക് കടന്ന് പല നോവലുകളും എഴുതി. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയും ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ടായി. ഇപ്പോൾ സിപ്പി സാറ് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ബാലസാഹിത്യകാരനാണ്. അദ്ദേഹവും ഞാനും ഒരുമിച്ചാണ് സാഹിത്യരചനയ്ക്ക് തുടക്കം കുറിച്ചത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മിക്കവാറും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അന്ന് മലയാള മനോരമയുടെ ബാലരമയിലും ജനയുഗത്തിൻ്റെ ബാലലോകത്തിലും പൂമ്പാറ്റയിലും കോട്ടയത്ത് നിന്ന് ദീപികയുടെ കുട്ടികളുടെ കുട്ടികളുടെ ദീപികയിലും തിരുവനന്തപുരത്ത് നിന്ന് തളിരിലും അങ്ങനെ മലയാളത്തിൽ അക്കാലത്തുണ്ടായിരുന്ന മിക്കവാറും കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഥകൾ എഴുതിയിരുന്നു. ഏറ്റവും അവസാനം ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നോവല് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത്. നീലപ്പക്ഷിയുടെ പാട്ട് എന്നായിരുന്നു ആ കൃതിയുടെ പേര്. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയക്കുന്നതിന് മുൻപ് അത് ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുത്തിരുന്നു. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പരിശോധിച്ചിട്ട് ഒരു കൊല്ലത്തോളം കാത്തിരുന്നു. എന്നിട്ടും മറുപടി ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയ വഴി അവിടെ കയറി. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ അർഹമല്ല എന്ന് എഴുതി എനിക്ക് തിരിച്ചു തരികയാണ് ചെയ്തത്. അതങ്ങനെ കിട്ടിയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് തോന്നിയത് അവർ ആ കൃതി വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ആ കൃതി ഒരു നല്ല കൃതിയാണ്, മികച്ച ഒരു ബാലസാഹിത്യ കൃതിയാണ് എന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാനത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് അവർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്, വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അത് 16 അധ്യായങ്ങളിലായി ഖണ്ഡാശ പ്രസിദ്ധീകരിച്ചു. വായനക്കാരുടെ വളരെ നല്ല അഭിപ്രായം ലഭിക്കുകയുണ്ടായി. അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെൻ ബുക്സ് അത് പുസ്തകമാക്കുന്നതിന് ആവശ്യപ്പെട്ടു. അങ്ങനെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അത് പ്രസിദ്ധീകരണം നിന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പെൻ ബുക്സ് പുസ്തകമാക്കുകയും ചെയ്തു. ആ വർഷം തന്നെ ബാലസാഹിത്യത്തിനുള്ള SBT സാഹിത്യ അവാർഡ് ആ കൃതിക്ക് ലഭിച്ചു. പിറ്റേ വർഷത്തെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും നല്ല കുട്ടികൾക്കുള്ള നോവലിനുള്ള അവാർഡ് നീലപ്പക്ഷിയുടെ പാട്ടിന് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. തുടർന്ന് പല ബാലസാഹിത്യ കൃതികളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബാലരമയിലും മറ്റ് പല പ്രസിദ്ധീകരണങ്ങളിലും പല കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിലുമായി എഴുതിയ കൃതികളാണ്. 5 ബാലസാഹിത്യ കൃതികൾ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഒന്ന് നീലപ്പക്ഷിയുടെ പാട്ട്, പിന്നെ അഴകിയ കുറുനരി, മാണിക്യൻ, മുത്തശ്ശിയില്ലാത്ത വീട്, ഇണ്ടനും ഇണ്ടിയും, പക്ഷിക്കുഞ്ഞുങ്ങൾ, മണിക്കുട്ടൻ കാള, ഇത്രയും പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അവയ്ക്കെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്.